ഹായ്, പുതിയ കഥ കേൾക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ മക്കൾ സൺഡേ സ്കൂളിലൊക്കെ കേട്ട കഥയായിരിക്കും. എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് കേട്ട് നോക്കാം കഥ. എന്താണ് അന്ന് സംഭവിച്ചേ? അന്ന് ഒരു കഥ നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കഥ നടന്നിരിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പോൾ ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായിരിക്കുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമോ എന്താണ് വെള്ളപ്പൊക്കം? ഫ്ലഡ് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോഴൊക്കെ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായ മഴ പെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് തുടരെ മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഭൂമിയിൽ പൊങ്ങി, മഴ പെയ്ത് അങ്ങനെ വെള്ളം പൊങ്ങി നമ്മൾ വീടുകളിൽ ചിലയിടത്ത് വെള്ളം കയറും. അങ്ങനെ ആ വെള്ളം കയറുന്നതിനാണ് നമ്മൾ വെള്ളപ്പൊക്കം, ഫ്ലഡ്, പുഴയൊക്കെ കവിഞ്ഞൊഴുകും. അതിനാണ് നമ്മൾ ഫ്ലഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ നടന്ന ബൈബിൾ പ്രകാരം ഭൂമിയിൽ നടന്ന ആദ്യത്തെ ഫ്ലഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങാം. ശരി. അപ്പോൾ ഈ കഥ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കാനുള്ളതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ, ഈ ഭൂമിയിലുള്ള ഓരോ ജീവികളെയും, ഓരോ മരങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ച് ദൈവം അതെല്ലാം നല്ലതാണെന്ന് കണ്ടു. കാലങ്ങൾ കുറേ മുന്നോട്ട് പോയപ്പോൾ മനുഷ്യൻ്റെ പാപം അത്രമാത്രം പെരുകി. അപ്പോൾ മനുഷ്യൻ്റെ പാപം പെരുകി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് ഓർത്ത് സങ്കടമായി. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ അതൊക്കെ വിട്ട് വേറെ രീതിക്കും തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ദൈവം എന്ത് തീരുമാനിച്ചു? ഈ മനുഷ്യന്മാരെ ഞാൻ നശിപ്പിക്കും എന്ന് ദൈവം തീരുമാനിച്ചു. അയ്യോ, ദൈവം ഉണ്ടാക്കിയ സാധനത്തിനെ ദൈവം തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചോ? ഓ, അത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ദൈവം തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേരായിരുന്നു നോഹ. നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് പറയപ്പെടുന്നത്. അപ്പോൾ നോഹയ്ക്കും നോഹയുടെയും കുടുംബത്തിലുള്ളവർക്കും കൃപ ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു കൃപ ലഭിച്ചതെന്ന് മക്കൾ ചിന്തിക്കണ്ടോ? അതൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്തിരി നേരം മുന്നേ പറഞ്ഞ കാര്യങ്ങളിൽ ആ ഭൂമിയിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാം ഭയങ്കരമായിട്ടുള്ള തെറ്റും കാര്യങ്ങളും പാപവും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച ആൾക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നോഹയും നോഹയുടെ കുടുംബം അങ്ങനെയല്ല ജീവിച്ചത്. അവർ ദൈവത്തിന് ഇഷ്ടമാകുന്ന രീതിയിലാണ് ജീവിച്ചത്. അങ്ങനെ ജീവിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ അവർക്ക് അവരുടെ കുടുംബത്തിന് കിട്ടി. അപ്പോൾ അങ്ങനെ കൃപ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം ദൈവം നോഹയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് നോഹയുടെ അടുത്ത് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഭൂമിയിലുള്ള ഓരോ പാപങ്ങളും ഓരോ തെറ്റുകളും കണ്ടിട്ട് എനിക്ക് വലിയ വിഷമം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു പ്രളയം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് കുറേ കാര്യങ്ങളെ സെലക്റ്റഡായിട്ട് ഞാൻ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നീ ഒരു പെട്ടകം പണിയണം. എന്താ പണിയേണ്ടത്? നീ ഒരു പെട്ടകം പണിയണം എന്ന് ദൈവം ആരുടെ അടുത്ത് പറഞ്ഞു? നോഹയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നോഹ പെട്ടകം, ഇതെന്താണ് ഈ പെട്ടകം എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം. അയ്യോ, ഇതെങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ദൈവം പറഞ്ഞു, നീ പെട്ടകം ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുമ്പോൾ പെട്ടകം എന്ത് വെച്ചുണ്ടാക്കണം, എത്ര അളവിനുണ്ടാക്കണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ പ്ലാനൊക്കെ ഞാൻ നിനക്ക് കറക്റ്റായിട്ട് തരാം. നീ ആ രീതി ഫോളോ ചെയ്തിട്ട് നീ ആ രീതി അനുസരിച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് ആര് പറഞ്ഞു? ദൈവം നോഹയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം പുതിയതായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവില്ലേ, നമുക്കൊരു രൂപരേഖ ഉണ്ടാവില്ലേ, ഇതെങ്ങനെ പണിയണം, എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു രൂപരേഖയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ അളവ്, നീളം, വീതി, അതിൽ എങ്ങനെ വേണം, എന്ത് കളറ് വേണം, ഇതൊക്കെ നമ്മൾ പറയില്ലേ നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ദൈവം അതുപോലെ നോഹയ്ക്ക് എല്ലാ ഗൈഡ് ലൈൻസും ഒരു പ്ലാനും ക്ലിയർ ആയിട്ട് കൊടുത്തു. ദൈവം പറഞ്ഞു, ഗോഫർ മരത്തെ കൊണ്ടുള്ള ഒരു പെട്ടകം നീ പണിയണം.
ആ പെട്ടകത്തിൻ്റെ അളവ്, നീളം, വീതി, പൊക്കം ഇതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു. അതിന് വാതിൽ എത്ര എണ്ണം വേണം, അത് എവിടെ ആയിരിക്കണം, അതിൻ്റെ അകത്ത് എത്ര അറകൾ വേണം, പിന്നെ അത് എന്ത് പശ വെച്ചാണ് തേച്ചൊട്ടിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ദൈവം ആർക്ക് ഗൈഡൻസ് കൊടുത്തു? ദൈവം നോഹയ്ക്ക് ഗൈഡൻസ് കൊടുത്തു. നോഹ ഉണ്ടല്ലോ, ഈ ഗൈഡൻസ് എല്ലാം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? അതുപോലെ തന്നെ അനുസരിച്ചു. എങ്ങനെ അനുസരിച്ച്? ദൈവം എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ നോഹ അവിടെ അനുസരിച്ചു. നോഹ നമ്മൾ ആ ഇതിൽ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 75 വർഷമെടുത്ത് നോഹ അങ്ങനെ ഒരു പെട്ടകം പണിതെടുത്തു. എത്ര വർഷം എടുത്ത്? 75 വർഷം എടുത്തു. ഈ 75 വർഷമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ അപ്പാപ്പന്മാർക്കൊക്കെ 70-75 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അത്രയും വർഷം എടുത്തിട്ടാണ് നോഹ ഒരു പെട്ടകം പണിയുന്നത്. അപ്പോൾ എന്നോ വലിയ പെട്ടകമായിരിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമ്മളിപ്പോൾ ഷിപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് നോഹയ്ക്ക് ഈ പെട്ടകം എന്താണെന്ന് കൂടെ അറിയാത്ത കാലത്ത് നോഹ ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ച് നോഹ പെട്ടകം ഉണ്ടാക്കി. അപ്പോൾ നോഹ പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം നോഹയുടെ അടുത്ത് പറഞ്ഞു, ഈ പെട്ടകത്തിൽ ഞാൻ പറയുന്ന ആൾക്കാരെയൊക്കെ കയറ്റണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനും ദൈവം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നോഹയുടെ അടുത്ത്. എന്താ പറഞ്ഞതെന്നറിയാമോ? നോഹയുടെ അടുത്ത് പറഞ്ഞു, നോഹയും നോഹയുടെ ഭാര്യയും പിന്നെ നോഹയുടെ മക്കളും മക്കളുടെ ഭാര്യമാരും, അങ്ങനെ അവരൊരു 8 പേരും, അത് കൂടാണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളിലും ആണും പെണ്ണുമായി, എല്ലാ മൃഗങ്ങളിലും ആണും പെണ്ണുമായി ഓരോന്നോരോന്ന്. അപ്പോൾ ഈ ആണും പെണ്ണുമായി ഓരോന്നെന്ന് പറയുമ്പോൾ മക്കൾ ചിന്തിക്കുന്നുണ്ടാവും, എത്ര മൃഗമുണ്ട് ഈ ഭൂമിയിൽ? ഒത്തിരി മൃഗങ്ങളുണ്ട് അല്ലേ? ഈ ഒത്തിരി മൃഗങ്ങൾ ഇപ്പോൾ നമുക്ക് ചുമ്മാ നമ്മളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോഴീനെ എടുത്തു കഴിഞ്ഞാൽ പൂവൻ കോഴിയും പെടക്കോഴി, ഒരാണും ഒരു പെണ്ണും, പൂവൻ കോഴിയും പെടക്കോഴി. അതേപോലെ താറാവിൽ, അതേപോലെ ആടിൽ, അതേപോലെ പട്ടി, പൂച്ച, ബേഡ്സ്, തത്ത, കാക്ക, മൈന, ഒയ്യോ, ആന, പാമ്പുകൾ, പശു, സിംഹം, കരടി, കുരങ്ങൻ, പൊക്കമുള്ള ജിറാഫ്, എത്ര തരത്തിലുള്ള ജീവികളാണ് ഉള്ളത്. നോഹാപ്പൂപ്പൻ ഈ ജീവികളുടെ എല്ലാം പോയി കളക്ട് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ നോഹാപ്പൂപ്പൻ ഇതെല്ലാം നല്ല ക്ലിയറായിട്ട് കേട്ട് അതുപോലെയൊക്കെ ചെയ്തു കേട്ടോ. എന്നൊക്കെ ചെയ്തേ? നല്ല പൊക്കമുള്ള ജിറാഫിനെ പിടിച്ച് അകത്ത് കയറ്റി, പ്രാവിനെ 2 പേരെ വിളിച്ച് അകത്ത് കയറ്റി, അതേപോലെ തന്നെ പട്ടീനെ വിളിച്ച് അകത്ത് കയറ്റി, പൂച്ചേനെ വിളിച്ച് അകത്ത് കയറ്റി, മയിലിനെ വിളിച്ച് അകത്ത് കയറ്റി. അങ്ങനെ എല്ലാ മൃഗങ്ങളെയും ദൈവം പറഞ്ഞ പ്രകാരം ഓരോരോ മൃഗങ്ങളിൽ 2 എണ്ണത്തിന്, ഒരാണിനെയും പെണ്ണിനെയും വെച്ച് ദൈവം പറഞ്ഞ രീതിയിൽ നോഹ പാപ്പൻ എല്ലാത്തിനെയും വിളിച്ചകത്ത് കയറ്റി. ഓ, നോഹ പാപ്പൻ ഇത്രയൊക്കെ ചെയ്തോ? അപ്പോൾ എത്ര നേരം വേണ്ടി വന്നിരിക്കുന്നു ഇത്രയും സാധനങ്ങളെ, ഇത്രയും ജീവികളെ കൊണ്ടുവരാൻ വേണ്ടി? മാത്രമാണോ ദൈവം ഇത് മാത്രമല്ല പറഞ്ഞിരുന്നത് നോഹയുടെ അടുത്ത് ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞേ? ഇവർക്കെല്ലാം കഴിക്കാനുള്ള ആഹാരവും കരുതണമെന്ന് പറഞ്ഞു. അയ്യോ പെട്ടല്ലോ. ഇത്രയും പേർക്ക് ആഹാരം, മനുഷ്യർ 8 പേരുണ്ട്, അതില്ലാണ്ട് ജീവികൾ ഇത്രയും പേരുണ്ട്, ഇവർക്ക് എവിടെ നിന്ന് ആഹാരം കൊടുക്കും? അതെല്ലാം നോഹ ദൈവം പറഞ്ഞത് പ്രകാരം കളക്ട് ചെയ്തു. അപ്പോൾ നോക്കണേ, ദൈവം പറഞ്ഞത് അതേപടി നോഹ അനുസരിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നിട്ട് ഇതെല്ലാം കയറി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? യഹോവ വന്നിട്ട് ഈ പെട്ടകത്തിൻ്റെ വാതിലങ്ങടച്ചു. എന്താ ചെയ്തേ? ഇത്രയും പേര്, ഈ 8 പേര്, അത് കൂടാണ്ട് അവർക്ക് കഴിക്കാനുള്ള ആഹാരം, ഒപ്പം ഈ ജീവികൾ പറഞ്ഞ പ്രകാരമുള്ള ഓരോ ജീവികളും ഈ പെട്ടകത്തിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ യഹോവ വന്നിട്ട് ഈ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ദൈവമാണ് വാതിലടച്ചത്. പിന്നെ ആർക്കെങ്കിലും തുറക്കാൻ പറ്റുമോ? വാതിലടച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. അയ്യോ, അതുവരെ മഴ കാണാത്ത ആൾക്കാർ ഇനി എന്താ ചെയ്യുക? ഇത്രയും വലിയ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. മഴയാണെങ്കിൽ നിൽക്കണമില്ല. വെള്ളം മഴ പെയ്ത് നല്ല മഴ, നിൽക്കാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. പതിയെ ഭൂമിയിൽ വെള്ളം കയറാൻ തുടങ്ങി. കാരണം മഴ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞ് ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നേ? അങ്ങനെ വെള്ളം കയറാൻ തുടങ്ങി. വെള്ളം പൊങ്ങി വലിയ പുഴകളൊക്കെ
നിറഞ്ഞു മെത്തി, കുളങ്ങൾ നിറഞ്ഞു മെത്തി, പുഴകൾ നിറഞ്ഞു മെത്തി, വീടുകളിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. തീർന്നില്ല, ആൾക്കാരൊക്കെ പേടിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളിനി എന്ത് ചെയ്യും, എന്താ ചെയ്യുക, ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ പോകില്ലോ, അയ്യോ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായി, വലിയ കാര്യങ്ങളായി. എന്ത് പറ്റി, ഈ ആൾക്കാരൊക്കെ വെള്ളം പൊങ്ങി. അപ്പോൾ വെള്ളം കയറി വരുമ്പോൾ വെള്ളത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് പറ്റുമോ? തവളയ്ക്കാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ. തവള അങ്ങനെ ചില ജീവികൾക്ക് മാത്രമാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത്. മനുഷ്യർക്ക് അങ്ങനത്തെ കഴിവ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആൾക്കാർ പതിയെ വെള്ളത്തിൽ കിടന്ന് ചാവാൻ തുടങ്ങി. കാരണം മഴ നിൽക്കല്ല, മഴ ഇങ്ങനെ പെയ്ത് ഏകദേശം ഉള്ള ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ പർവ്വതങ്ങളും മൂടുന്ന, പർവ്വതം എന്ന് പറഞ്ഞാൽ മല എന്നാണ് പറയുന്നത്. ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാ മലകളും മൂടി അതിന് മുകളിൽ വെള്ളം നിൽക്കുന്ന അളവിന് മഴ പെയ്തു. ഏകദേശം 150 ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നാൽ മഴ പെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 150 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? മാസക്കണക്ക് നമ്മൾ ഇന്നത്തെ മാസത്തിൻ്റെ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാസം നിൽക്കാണ്ട് മഴ പെയ്തു. അയ്യോ, അപ്പോൾ അത് എന്നാ മഴയല്ലേ പെയ്തേ? അങ്ങനെ മഴ പെയ്തു. നമുക്കൊക്കെ ഇന്ന് ഒരു 2 ദിവസം 3 ദിവസം മഴ പെയ്യുമ്പോൾ ഇത്രയും വെള്ളം വരണമെങ്കിൽ 5 മാസമൊക്കെ മഴ പെയ്ത് എന്തോരം വെള്ളം വരും. അങ്ങനെ ആ മഴ പെയ്തിട്ട് ഈ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ജീവികളും, മനുഷ്യനും ജീവികളും എല്ലാം ചത്തു. വെള്ളത്തിൽ പെട്ട എല്ലാ ജീവികളും ചത്തു. ഒരു ജീവികളുമില്ല. ആകെ പെട്ടകത്തിലുണ്ടായിരുന്ന നോഹയുടെ കൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന നോഹയുടെ കുടുംബത്തിലുള്ളവരും ഒപ്പം ആ ജീവികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു, അവർ മാത്രം ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇവരെല്ലാം രക്ഷപ്പെടാനുണ്ടായ കാരണം? അത് മക്കൾ ചിന്തിച്ചോ? ഇവരെല്ലാം രക്ഷപ്പെടാനുണ്ടായ കാരണം 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നോഹ നിഷ്കളങ്കനായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നോഹ ഈ ഭൂമിയിൽ ജീവിച്ചു. നോഹയുടെ കുടുംബത്തിലുള്ളവരും അങ്ങനെ തന്നെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവർക്ക് കിട്ടി. അതായിരുന്നു ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്തായിരുന്നു എന്നറിയാമോ? ദൈവം പറഞ്ഞതുപോലെ നോഹ എല്ലാം അനുസരിച്ചു. ദൈവം എന്ത് ചെയ്യാൻ പറഞ്ഞോ, നോഹയ്ക്ക് അറിയാത്ത കാര്യമാണ്. പെട്ടകം ഉണ്ടാക്കാൻ നോഹയ്ക്ക് അറിയില്ല. പെട്ടകം നോഹ കണ്ടിട്ടില്ല. പക്ഷേ ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, നോഹ പെട്ടകം ഉണ്ടാക്കി. നോഹ ദൈവത്തെ അനുസരിച്ചു. അങ്ങനെ അനുസരിച്ചപ്പോൾ നോഹയും നോഹയുടെ കുടുംബവും എല്ലാം രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് ദൈവം അനുസരിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്ക് ദൈവം അനുസരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൽപ്പന എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ട്. എന്താ കൽപ്പന എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോഹ അതെല്ലാം അനുസരിച്ചപ്പോൾ നോഹയുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ സംഭവിച്ചു. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, മക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. അപ്പം മക്കളുടെ അടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പന എന്താണ്? നിങ്ങളുടെ അമ്മയെയും അപ്പനെയും അനുസരിക്കണം. അവർ എന്ത് പറയുന്ന കാര്യങ്ങൾ മക്കൾ അനുസരിക്കണം. അപ്പോൾ ഇന്ന് തൊട്ട് നല്ല കുട്ടികളായിട്ട് മക്കളുടെ അടുത്ത് അപ്പയും അമ്മ എന്ത് പറയണോ അതിനനുസരിച്ച് സന്തോഷത്തോടെ അവരെ അനുസരിച്ച് സ്നേഹിച്ച് നല്ല മക്കളായിട്ട് ജീവിക്കണം. നോഹയെപ്പോലെ നിഷ്കളങ്കരായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായിട്ട് മക്കൾ വളരണം. അതാണ് ഇന്നത്തെ കഥ. അപ്പോൾ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുക, നല്ല സ്വപ്നം കാണുക. ബായ്.